ആ, പറ. എന്തോ പറയണ്ടത്? നിങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്ന പേര്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? സ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ഉം. എന്തിനാ? ആരും പറഞ്ഞു പറയാം, നിങ്ങൾക്ക് സംസാരിച്ച പോരെ. നമ്മൾ അങ്ങനെ സെലിബ്രിറ്റീസുകളെ കാണാൻ വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരല്ല പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, വലിയ 7K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ. അത് നേരിട്ട് പരിചയപ്പെടാൻ ചെരുപ്പം നിൽക്കാൻ നമ്മളല്ലല്ലോ, നമ്മളെത്താ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ആ അപ്പൊ അത് എനിക്ക് ഒരെണ്ണത്തെ ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ, കാണാൻ പരിചയപ്പെടാൻ അറിയാതൊന്നുമില്ല. അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഞാനങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നടക്കാറില്ല. മോൻ പറ, മോൻ വിളിച്ച കാര്യം പറ. അല്ല, അവിടെ എനിക്ക് ആലപ്പുഴയിൽ എന്റെ ഒരു ഇതുണ്ട്. അപ്പൊ പുള്ളിയെടുത്ത് പറഞ്ഞ എവിടെയെന്ന് വന്നാൽ നമുക്ക് കാണാം, നേരിട്ട് പരിചയപ്പെടാനാണ്. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. അല്ലെന്ന്, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി ചെയ്യുന്നേ? നിങ്ങളെ ഒളിച്ചിരിക്കുവല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത് എന്തോ റിപ്ലൈ തന്നേക്കുന്നത്. ഒളിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് വിട്ടാ പോരെ. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇനിമേല്. അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേ? ഒന്നും ചെയ്യാനില്ല സാറേ, നേരിട്ട് കണ്ടെന്ന് കൈ തരാൻ വേണ്ടി. നിങ്ങൾ എല്ലാവരും കണ്ട് പഠിക്കുമല്ലേ? നിങ്ങൾ കോപ്പി അടിക്കാൻ മിടുക്കനല്ലേ? അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. നല്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, ചെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ ഞാൻ ചോദിച്ചു, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. കുടി ഇതുണ്ടോ? ആ, നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. പണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പട്ടയ്ക്ക് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തുവാ കഴിഞ്ഞോണ കഴിഞ്ഞോണ ഒരു 7 ലൈക്കുള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാ മിസ്റ്റർ. കേട്ടാ? ഞാൻ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാ. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അപ്പൊ പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, നിങ്ങളിപ്പോ വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്രയും നേരം വെച്ചോണ്ടിരിക്കുന്നത്? നാട്ടുകാർ തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? കാര്യം പറയാം. നിങ്ങളെന്താ നിങ്ങൾക്ക് വല്ലതും പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. നിങ്ങളോട് ഞാൻ അല്ല നിങ്ങളെ ഓക്കെ അല്ല സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആദില നൂറ വിഷയത്തിൽ നിങ്ങൾ അയ്യോ, നിങ്ങൾ വലിയ ആൾക്കാരെ. നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കുക. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ തന്നെ ഞാൻ പറയാം. ആദ്യം പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും. മറ്റുള്ളവരെ കുറ്റം പറയാം, അപ്പൊ താൻ നന്നാവും. അപ്പൊ തനിക്ക് ഗുണങ്ങൾ വരും. ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. അടുത്ത തലമുറക്ക് വലിയ ശാപം കിട്ടും. ശാപം എന്ന് പറഞ്ഞ സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഇനി എന്തു ചെയ്യും? അടുത്ത പറ. അടുത്ത പറ. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ മര്യാദ. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ നിലപാടൊന്ന് പറ. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ അവർ? മോൻ പറയടാ, നീ പറയടാ മോനെ, നീ പറ. കേട്ടോണ്ടിരിക്കുവല്ലേ? എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ മതി, ഒരു ഉമ്മ തരാനാ. അയ്യോ വേണ്ട, നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല. അത്രയ്ക്ക് ഗതികേടില്ല. അത്രയ്ക്ക് ഗതികെട്ടിരിക്കുവല്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചെരുപ്പ് നക്കിയുള്ള പാവങ്ങൾ, പിച്ചക്കാരാണ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായില്ല ആരാ ആദില നൂറ. ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള തന്റേടമില്ല. നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തന്റേടമില്ലെങ്കിൽ പിന്നെ ഗുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യമാണ്. എനിക്ക് എന്റേതായ നിലപാട്, എനിക്ക് എല്ലാവരെ കുറിച്ച് നിലപാട് പറയാൻ. അയ്യോ, എന്നെ കുറിച്ച് പറയണ്ട, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം. നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കൊപ്പം എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ്. എനിക്ക് നിലപാട്, ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അയ്യോ, നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ. അയ്യോ, ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കി കാണാമായിരുന്നു. അയ്യോ,
കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ അല്ലല്ലോ അല്ല മോനെ, ഈ ചാരിറ്റിയുടെ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ആരാ സത്യത്തിൽ? അത് ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ചു. ജോലി എന്താ? ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത പറ, ഇനി വരെ വല്ലോണ്ടാ? അടുത്ത വല്ല പുതിയ ചാപ്പ വല്ലോ? മോൻ നന്മമരമല്ലേ മോൻ? ടിനിടോം മോൻ എപ്പോഴും നന്മമരമല്ലേ? സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള്. അയ്യോ നീ അയ്യോ മോൻ ചെയ്തതിന്റെ ഒക്കെ റെക്കോർഡ് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. പെണ്ണുങ്ങളോട് പറയാ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാ. ഭയങ്കര സംസ്കാരമുള്ളവരാണ് അല്ലെ? പിന്നെ തൊട്ട് മുമ്പേ പിന്നെ ഒരു 7 കമന്റ് ലൈക്ക് ഉള്ള ഒരുത്തനെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാടാ എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയായിരിക്കും അല്ലേ? ഞാൻ വന്ന് കാണും. ഞാൻ ഓരോ വർഷവും എന്റെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വന്ന് കാണും. മോൻ വളർന്ന് എവിടം വരെ വളരി വന്നിട്ട് ഈ ഏതാ എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്നതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ, എന്റെ ആരാധകനാണല്ലോ. അയ്യോ അത്രയ്ക്ക് ഗതികേടില്ല മോനെ. അപ്പൊ നമുക്ക് കാണാൻ എന്തായാലും ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ വെച്ചിരുന്നു. അയ്യോ ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് മോനെ. ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല, അതറിയത്തില്ലേ? അത് നിങ്ങൾ വല്ല അതെ അത് ഈ ആൾക്കാരെ ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ പരിപാടി എന്ത് ചെയ്യാനാ? ദാരിദ്ര്യം പിടിച്ച ആകെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയി. സത്യം. അയ്യോ അതുകൊണ്ട് പാവത്തിന് കാശില്ല. അയ്യോ സ്വന്തം ഇതാണ് നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് വളർന്നു പോയത്. എവിടെ വരെ വളർന്നു പോയത്? നിങ്ങൾ ഈ വളർച്ച എന്നൊക്കെ വിഷയത്തിന് എന്താ ഫോളോവേഴ്സിന്റെ എണ്ണമാണോ? അല്ല അല്ലെന്ന് മോനെ അയ്യോ സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാര്യമാണോ? സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്, അതൊരു വലിയ സംഭവമൊന്നും അല്ല. നിങ്ങൾ എന്താ നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളൊരു സിനിമ നടനാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? എടാ നീ വലിയ ആളാണ് അറിയൂ, അതുകൊണ്ട് ആരാധന മൊത്തം വിളിച്ചോളൂ. എന്തായാലും ഓട്ടോഗ്രാഫ് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ എന്നാ ചേട്ടൻ തരാം കേട്ടോ മോനെ. എനിക്ക് കാണണം. കൃപാസനത്തിൽ വെച്ച് കാണാൻ മോനെ. കൃപാസനത്തിൽ വല്ല പത്രം മേടിച്ച് ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോരെ? അല്ലാണ്ട് ഞാൻ വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുക്കുന്നത് എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെന്ന് പറഞ്ഞ് മോൻ പോയി ഉടമ്പടി എടുക്കും. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എടുക്കും. അതായിരിക്കും നല്ലത്. മോന് പറഞ്ഞിട്ടുള്ള പരിപാടി അതാ. ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ എന്താണ് തകർന്ന് തരിപ്പണമായി പോയാ? എന്ത്? ഞാൻ തകർന്ന് തരിപ്പണമായി പോയാ? അയ്യോ തൊലിക്കട്ടിയുള്ള ഒരു തകരുവോ? കൊള്ളാം. താങ്കൾ പറഞ്ഞ പിടിച്ച മുയലിന് 5 കൊമ്പാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് മനുഷ്യ തകരുന്നത്? 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? എല്ലാവരും തെറി പറഞ്ഞു. എടാ പിന്നെ നീ എന്റെ വീട്ടിൽ പിന്നെ നീയാണോ ചെലവിന് കൊടുക്കുന്നേ? പിന്നെ വെച്ചിട്ട് മതി. ഇങ്ങനെ ഒരു ഭാഷാണത്തെ കൃമി പിടിച്ചവൻ സമ്മതിക്കണം. നിങ്ങൾ ഈ ഓഡിയോ കേട്ടല്ലോ, അത് നമ്മുടെ ടിനിടോമിന്റെ ഓഡിയോയാണ്. പ്രിൻസ് റാഷണൽ എന്നൊരു യൂട്യൂബറെ വിളിച്ച് ടിനിടോം മോശമായി സംസാരിച്ചാണ്. മോശമായിട്ടില്ല, കുറച്ച് ഭീഷണി സ്വരത്തിൽ നൂറ ആതിര വിഷയത്തിൽ ഒരു ടിനിടോം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. വിത്ത് യു ഓൾവേസ് ഇക്ക, അതായത് മലബാർ ഗോൾഡിന്റെ ഉടമയായ ഫൈസലിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ടിനിടോം ഒരു കമന്റ് ഇറക്കിയത്. അപ്പോൾ അതിന്റെ താഴെ പ്രിൻസ് റാഷണൽ കമന്റ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ പോകാതെ മിമിക്രിക്കാരുടെ ബോഡി ഷേമിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പിറന്ന പെണ്ണാണെങ്കിൽ കുക്കറി ഷോയിൽ ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീം അല്ലേ നിങ്ങൾ എന്നായിരുന്നു പ്രിൻസ് റാഷണൽ ഒരു കമന്റിന് മറുപടി കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെയും തിരിച്ചിട്ട് ടിനിടോം ഒരു മറുപടിയും കൂടെ. ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ യുവർ വേർഡ്സ് സൈസ് യുവർ സ്റ്റാൻഡേർഡ്. അങ്ങനെ ഒരു മറുപടിയാണ് ടിനിടോം കൊടുത്തത്. പെട്ടെന്ന് തന്നെ ടിനിടോം ഇൻബോക്സിൽ വന്ന് നമ്പർ ഇതാന്നൊക്കെ പറയുകയുണ്ട്. ഈ പുള്ളി പറഞ്ഞ് നമ്പറും തരാൻ പറ്റത്തില്ല, നീ വേണം ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ഒരു സംഭാഷണം ഒരു മെസ്സഞ്ചർ കോളിൽ കൂടിയായി. പിന്നീടാണ് ഈ ഒരു പരിപാടികളെല്ലാം അവിടെ അരങ്ങേറിയത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടിനിടോം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ
വീണ്ടും എയറിൽ നിന്നും എയറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബർമാർക്ക് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർക്ക് അവര് ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീസ് അവരെ വിളിക്കുകയാണെങ്കിൽ പോലും അതെല്ലാം അവർക്കൊരു കണ്ടന്റാക്കി മാറ്റാൻ പറ്റും. കാരണം അതാണ് അവരുടെ ഉപജീവന മാർഗം. നിങ്ങളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാവുകയാണ്. നിങ്ങൾ എയറിൽ നിന്നും എയറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നാമത് ഒരു സിനിമാ നടൻ എന്നതിലുപരി നിങ്ങൾക്ക് നല്ലൊരു ഫെയിമുണ്ട്. ആ ഫെയിം അങ്ങനെ ചുമ്മാ കിട്ടുന്നൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കളഞ്ഞു കുടിക്കണോ എന്നാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാതിരിക്കുക. ചുമ്മാ ഒരു കമന്റ് ഇടുക, ആ കമന്റിന് റിപ്ലൈ കിട്ടുക, അങ്ങ് പോവുക. അതല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടീസ് അവിടെ അങ്ങ് തീർക്കുക. അതല്ലാതെ അതിനെ ചൊല്ലി നിങ്ങൾ ഫോൺ വിളിക്കുക, കാണണം എന്ന് പറയുക, ഇടിക്കാൻ പോവുക, അതൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ മോശമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ പരിപാടി അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാനെന്തിനാ ഇവരെയൊക്കെ വിളിച്ചതെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് മറന്നു കളയുക.